ഇന്നത്തെ നമ്മുടെ വളരെ സ്പെഷ്യലായിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പിസ്സ റെസിപ്പിയാണ്. ശരിക്കും ഒരു 5 മിനിറ്റിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ മാവ് കുഴച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. മാവ് കോരി ഒഴിച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ പുതിയതായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിനകത്തോട്ടേക്ക് ഞാനിവിടെ 1/2 കപ്പ് അളവിൽ മൈദയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ 240 ml കപ്പിന് 1/2 കപ്പ് മൈദ. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ അളവിൽ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഈ റെസിപ്പിയിൽ നമ്മൾ ഉപയോഗിക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മൊത്തത്തിൽ മാറിപ്പോവും. അടുത്തതായിട്ട് ഞാൻ ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ഒറിഗാനോ ലീവ്സാണ്. ഇതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഒറിഗാനോ നമ്മൾ കുറേ വീഡിയോസിനകത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഒറിഗാനോ ലീവ്സ് എന്നോ അതല്ലെങ്കിൽ മിക്സഡ് ഹെർബ്സ് ആയിട്ടോ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഒരു 2 നുള്ള് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉപ്പും പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം എന്നല്ല, നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആദ്യമേ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കാരണം ബാറ്ററിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ലൂസായി പോകാനും പാടില്ല, ഒത്തിരി അങ്ങ് കുറുകി പോകാനും പാടില്ല. അപ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വിസ്കോ അതല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം ഇതിനകത്തോട്ടേക്ക് ഇനി ഞാൻ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബേക്കിംഗ് സോഡ നല്ല രീതിയിലൊന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ബട്ടർ നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് ബാറ്റർ അങ്ങ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വലിപ്പമുള്ള ഒരു പാൻ എടുത്തിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പിസ്സ ബേസ് നമ്മൾ കുറച്ച് തിന്നായിട്ടുള്ള പിസ്സ ബേസ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ. ഇപ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല തിക്കായിട്ടുള്ള പിസ്സ ബേസിനേക്കാളും നല്ല തിൻ ക്രസ്റ്റ് നമ്മൾ വാങ്ങിക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ കുറച്ച് തിന്നായിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് പൊങ്ങി വരുമ്പോൾ ബേക്കിംഗ് പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആവുകയും ചെയ്യും, അതുപോലെ പൊങ്ങി വരികയും ചെയ്യും. അധികം പൊങ്ങി വരേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡും അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി വരും. സൈഡിന് ഒരു ചെറിയൊരു കളർ ചേഞ്ച് വന്ന് നമ്മുടെ പിസ്സ ബേസ് നമുക്കറിയാം കുറച്ചൊരു ഹാർഡായിട്ടുള്ളൊരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു രീതിയിലോട്ടേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ഞാൻ ആദ്യം കുറച്ച് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അടുത്തതായിട്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിസ്സ സോസായിട്ട് കയ്യിലുള്ളവർക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തത്, നമ്മുടെ വറ്റൽ മുളക് ചതച്ചിട്ടുള്ളത് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് നന്നായിട്ട് എല്ലാ സൈഡിലും മുഴുവനായിട്ട് നമ്മളിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. സോസിൻ്റെയൊക്കെ ഒരളവ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ പിസ്സയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന മൊസറല്ല ചീസ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കയ്യിലില്ലെങ്കിൽ ചെഡാർ ചീസോ സാൻഡ്വിച്ച് ചീസൊക്കെ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ അതും ഉപയോഗിക്കാം. മൊസറല്ലയും ചെഡാർ ചീസും മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ചിക്കൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് നന്നായിട്ട് അരവ് പരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തതുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് തക്കാളി അരിഞ്ഞത്, കുറച്ച് സവാള അരിഞ്ഞത്. വെജിറ്റബിൾ പിസ്സ ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മുന്നേ ഒരു റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീസൊക്കെ ഓരോരുത്തരുടെയും നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്
ചേർത്ത് കൊടുത്താൽ മതി. ഒത്തിരി ചീസ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തും വീണ്ടും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ചേർത്തതുപോലെ കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളി, സവാള അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വറ്റൽമുളക് ചതച്ചത്, നമ്മുടെ ചില്ലി ഫ്ലേക്സും അതുപോലെ നേരത്തെ കാണിച്ചിട്ടുള്ള ഒറിഗാനോ ആണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് സോസ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിസ്സ കാണുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ കുറച്ച് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഒലീവ് ഓയിൽ കയ്യിലില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് പകരം സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലൊക്കെ ഉപയോഗിക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ബേസ് ഓൾറെഡി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ചീസ് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതിയല്ലേ. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി നമ്മുടെ പിസ്സ നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ടാകും. നമ്മൾ ആ സൈഡിലൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ സൈഡ് ഭാഗം ശരിക്കും നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കണം എന്ന് തോന്നുന്ന അത്ര അടിപൊളിയായിട്ടുള്ള, നമ്മൾ മാവ് കുഴച്ച് ഒത്തിരി സമയം റെസ്റ്റ് ചെയ്യും ഒന്നും തന്നെ വേണ്ട. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.